ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ തുടരുമെന്ന ചിത്രം 10ാം ദിനത്തിൽ ഇങ്ങനെ തകർത്ത് ആടിക്കൊണ്ടിരിക്കുന്ന ദിനമാണ്. അവിടെ ഒരു ചോദ്യം വരികയാണ്, ഈ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ എത്ര നേടണം? സ്വാഭാവികമായും പലരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. ഇതിനോടകം തന്നെ സിനിമ റെക്കോർഡ് കളക്ഷൻ തൂക്കി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു കാര്യമൊന്നും വലിയ പ്രസക്തിയല്ല. പലരും പല സിനിമയ്ക്കും ചോദിക്കാറുണ്ട് ബഡ്ജറ്റ് എത്ര. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റും ആരും അധികം ചോദിച്ചിട്ടില്ല. എന്തായാലും ചില ആളുകൾ എവിടെയൊക്കെയോ ആദ്യം തുടക്കത്തിലോ എവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഡീറ്റെയിലേക്ക് ആയിട്ട് വരാം. അതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടരും 10ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 160 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതിനിടയിൽ കുറച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ. 9ാം ദിനത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ അതൊരു റെക്കോർഡ് കളക്ഷനായിട്ട് തന്നെയാണ് പോകുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമേ 6,25,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും റെക്കോർഡ് തൂക്കി 80 ലക്ഷം രൂപയോളമാണ് സിനിമ നേടിയത്. ഓവർസീസിൽ ഇതിനെയൊക്കെ വെല്ലുന്ന ലെവലിലുള്ള ഒരു കളക്ഷനാണ് ശനിയാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് 9ാം ദിനത്തിൽ 8 കോടിയോളമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചത്. മൊത്തം നമുക്ക് 15 കോടിയോളമാണ് 9ാം ദിവസം സിനിമയ്ക്ക് നേടിയത്. ഒരുപക്ഷെ 12 കോടി 13 കോടി എന്നൊക്കെ പ്രതീക്ഷിച്ചെടുത്ത് 15 കോടിയിലേക്ക് എത്തുകയാണ്. സിനിമ ഇറങ്ങി 8ാം ദിനമാണെന്ന് കൂടി ആലോചിച്ചോളുക. മൊത്തം വേൾഡ് വൈഡായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു 9 ദിവസം കൊണ്ട് സിനിമ 59 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 13 കോടി 30 ലക്ഷം രൂപയാണ് നേടിയത്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 74 കോടിയോളമാണ്. മൊത്തം 145-146 കോടിയിലാണ് സിനിമ എത്തി നിൽക്കുന്നത്. ഇവിടെ സിനിമയുടെ ബഡ്ജറ്റും ഈ സിനിമ വിജയിക്കണമെങ്കിൽ എത്ര നേടണമെന്നുള്ളതാണ്. സിനിമയുടെ ബഡ്ജറ്റായി കേട്ട കാര്യങ്ങൾ ഇത് തന്നെയാണ്. 35 കോടി തൊട്ട് 40 കോടിക്കിടയിലാണ് എന്നുള്ളതാണ് സിനിമയുടെ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കോസ്റ്റായിട്ട് അറിയപ്പെട്ടത്. ഇത് ഒരുപാട് അഭ്യൂഹങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് തർക്കങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ബഡ്ജറ്റ് തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ബഡ്ജറ്റ് എന്ന് ചോദിച്ചാൽ അത് അത്രയ്ക്കൊരു ബഡ്ജറ്റുള്ള ഒരു സിനിമയായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തോ ഈ സിനിമയുടെ ബഡ്ജറ്റ് അത്ര വന്നു എന്നുള്ളതാണ് നേരത്തെ അറിയാൻ കഴിയുന്നത്. അപ്പം ഒരു സിനിമ വിജയിക്കണമെങ്കിൽ 35 കോടി മുതൽ മുടക്കിൽ വന്ന ചിത്രം വിജയിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ കണക്കുകളോ പെർഫെക്റ്റ് കണക്കുകളോ അല്ലാതെ നമുക്ക് ശരാശരി നോക്കുകയാണെങ്കിൽ 70 കോടിക്ക് മുകളിൽ സിനിമ നേടണം എന്നുള്ളതാണ്. 70 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ പല പ്രൊഡ്യൂസർമാരും പലരും പറയുന്നുണ്ട് 100 കോടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 33 കോടി അല്ലെങ്കിൽ 30 കോടിയൊക്കെ കയ്യിൽ കിട്ടുള്ളൂ. ഒരു കാര്യം ആലോചിക്കുക, എന്ത് സംഭവം ചെയ്യുമ്പോഴും ടാക്സ് ഉണ്ട്. ആ ടാക്സ് കുറച്ചിട്ടാണ് ഇവരെല്ലാം കഥകളും കണക്കുകളും പറയുന്നത്. അതായത് 100 രൂപ മുടക്കുമ്പോൾ 50 രൂപ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ 50 രൂപ അവർക്ക് കിട്ടിയെന്നും പിന്നീടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മളിവിടെ സോപ്പോ ചീപ്പോ എന്ത് മേടിച്ചാലും അതിനും നമ്മൾ ടാക്സ് കൊടുക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ടാക്സ് പിടിച്ചിട്ടാണ് പിന്നീട് നമ്മൾ അരി മേടിക്കുമ്പോഴും ഹോട്ടലിൽ നിന്നൊരു ഭക്ഷണം കഴിക്കുമ്പോഴും അവിടെ പിന്നെയും ടാക്സ് പിടിക്കുന്നത്. അതെല്ലാം ഈ പറഞ്ഞ സിനിമാക്കാർക്കോ സിനിമ പ്രൊഡ്യൂസേഴ്സിനോ ബാധകമല്ലാതാവുന്നുമില്ല. അപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എത്രയും തന്നെയാണ് 100 കോടി രൂപ മുടക്കിയെന്ന് വെക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ 35 കോടി മുടക്കിയ ചിത്രത്തിന് 70 കോടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്നത് 35 കോടി എന്നാണ്. അതിൽ നിന്ന് ടാക്സും കാര്യങ്ങളൊക്കെ പോകും. അപ്പം ആ മുടക്ക് മുതൽ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ 80 കോടി കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ സിനിമ 160 കോടിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ വിജയിക്കാൻ വെറും 80 കോടി മതിയായിരുന്നു. അത് നേരെ ഡബിളിലേക്ക് പോകുന്നു. അതായത് ഇപ്പോൾ തന്നെ ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം കേരള ബോക്സ് ഓഫീസ് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. ബാക്കി വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് ആദ്യം കിട്ടുന്ന എമൗണ്ട് തന്നെയാണ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത്. പിന്നെ ആ ഷെയറും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അതായത് 9 ദിവസം കൊണ്ട് 59 കോടി നേടിയെങ്കിൽ ഇന്നത്തെ ദിവസം കൊണ്ട് സിനിമ 66 അല്ലെങ്കിൽ 70 കോടിക്ക് അടുത്തെത്തും. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ഷൻ കൊണ്ട് സിനിമ ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ട് പൂർണ്ണമായും വിജയം ആകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 13.5 കോടിയോളമാണ് 9 ദിവസത്തെ കളക്ഷനായിട്ട് പറയുന്നത്. അവിടെ ഡിസ്ട്രിബ്യൂഷന് പോയ എമൗണ്ടും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും സിനിമ ഇതിനോടകം തന്നെ വലിയ വിജയമായി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 74 കോടി, അതായത് ഇന്നത്തോടു കൂടി സിനിമ 80 കോടിക്ക് മുകളിലേക്ക് കിട്ടുമ്പോൾ അവിടെയും സിനിമ വിജയമായിട്ടുള്ളതാണ്. ഇനിയും ഓരോ സ്ഥലങ്ങളിലും ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞ പോലെ ഈ സിനിമ എത്രനാണോ വിദേശ രാജ്യങ്ങളിലെടുത്ത് അവിടെയൊക്കെ ആ ഒരു രീതിയിലുള്ള കണക്കുകളാണ് പ്രായോഗികമായിട്ട് വരുന്നത്. അപ്പോൾ തുടരുമെന്ന സിനിമ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും സിനിമ വിജയിച്ചിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് സിനിമ വിജയിച്ചു എന്നുള്ളത് തന്നെ എടുത്തു പറയാം. അതായത് ഈ ഒരു 10ാം ദിവസം കൊണ്ട് തന്നെ അത്ര ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇനിയും USA സിനിമയ്ക്ക് $1.2 മില്യൺ എത്തിയിരിക്കുകയാണ്. റെക്കോർഡ് വേഗത്തിലാണ് ഈ സിനിമ എത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെ 8.8 മില്യനാണ് വന്നതെങ്കിൽ ഇന്നലെ 8ാം ദിവസം വന്നെങ്കിൽ 9ാം ദിവസം തന്നെ റെക്കോർഡ് തൂക്കാണ്. 10ാം ദിവസവും അതിന് മുകളിലേക്കുള്ളതാണ്. അതായത് 10.5 കോടിക്ക് മുകളിലാണ് 9 ദിവസം കൊണ്ട് USA അതായത് നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രം ലഭിച്ചത്.
അതായത് റെക്കോർഡിലൊക്കെ പോവുകയാണ്. തുടരും വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു കാനഡയിലൊക്കെ ഒറ്റയാൻ കാടിറങ്ങിയ ആ ഒരു പോരാട്ടം നമുക്ക് ഒറ്റയ്ക്ക് തന്നെ തൂക്കുന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയും. ഗംഭീരമായിട്ടുള്ള തിയേറ്റർ ചാർട്ടിങ്ങുകളും കാര്യങ്ങളുമാണ്. എന്തായാലും തുടരും എന്ന ചിത്രത്തിനെക്കുറിച്ച് ചോദ്യങ്ങൾ വളരെ കുറവാണ്. സിനിമ വിജയിക്കണമെങ്കിൽ എത്ര വേണം, അല്ലെങ്കിൽ ബഡ്ജറ്റ്, ഇതെല്ലാം തന്നെ വളരെ കുറഞ്ഞ ലെവലിൽ സാധാരണ ഏത് സിനിമ വന്നു കഴിഞ്ഞാലും ചോദിക്കുന്നതാണ്. എന്തിന് എമ്പുരാൻ വന്നപ്പോഴും ഏറ്റവും വലിയ തർക്കം ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെയായിരുന്നു. പ്രൊഡക്ഷൻ കോസ്റ്റ് അതിനിടയിൽ നമുക്ക് ആദ്യം കേട്ടു 145 എന്നാണ്. അതിനുശേഷം ഗോകുലം ഗോപാലൻ വന്നപ്പോൾ 180 കോടി മുടക്കിയതാണെന്ന് പറഞ്ഞു. ഇതിന് കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസർമാർ പറഞ്ഞു 175 കോടി. അങ്ങനെ തർക്കങ്ങൾ നിൽക്കുമ്പോൾ തുടരുമെന്ന ചിത്രത്തെ എല്ലാവരും സ്വീകരിക്കുന്നത് ഹൃദയം കൊണ്ട് തന്നെയാണ്. വേറൊന്നുമല്ല, നല്ല ഒരു സിനിമ നൽകുമ്പോൾ ബഡ്ജറ്റൊക്കെ നിങ്ങളിട്ടോളൂ, സിനിമ ഞങ്ങൾ കണ്ടോളാം എന്നുള്ളതാണ്. നിങ്ങൾ തള്ളുകയോ തള്ളാതിരിക്കുകയോ ഒന്നും. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് യാതൊരു തള്ളിൻ്റെയും ആവശ്യം വന്നില്ല, ഒരു പ്രശ്നങ്ങളുടെയും ആവശ്യം വന്നില്ല. ജെനുവിനായിട്ടുള്ള ഒരു സൂപ്പർ സിനിമ എന്ന് തന്നെ പറയാം. അത്ര ഗംഭീരമായിട്ട് ഇന്ന് മലയാള സിനിമയിൽ സമീപകാലത്തിറങ്ങിയ ഒരു 100 അല്ലെങ്കിൽ 500 സിനിമ എടുത്താൽ യാതൊരു ലെവലിലും ജനങ്ങൾ ഒരു ചോദ്യം ചെയ്യാത്ത സിനിമ തന്നെയാണ്. കാരണം അത്രത്തോളം ആളുകൾക്ക് ഇഷ്ടമായ സിനിമ തന്നെയാണ്. ഇതുപോലെയുള്ള സിനിമകളാണ് വേണ്ടത് എന്നുള്ളത് തന്നെയാണ് ജനങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങളില്ലാതെ പൂർണ്ണമായും 150 കോടി അർഹിക്കുന്ന സിനിമ എന്ന് തന്നെ പറയാം. അത് 200 കോടിയിലേക്ക് പോകുന്ന സിനിമ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതായത് അമ്മാതിരി കൊടൂരമായിട്ടുള്ള സിനിമ. ഒരുപക്ഷെ 500 കോടിയിലേക്ക് സിനിമ എത്തും എന്നുള്ളത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതായത് വെറും 10 ദിവസം കൊണ്ട് 150 കോടി നേടിയ 9 ദിവസം കൊണ്ട് 150 കോടിയിലേക്ക് എത്തുന്ന സിനിമ 10-ാം ദിവസം ഒരുപക്ഷെ 165 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം ഒരു കാര്യം കൂടെ, നിങ്ങൾ ഇതുവരെ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം എന്തുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ശനിയും ഞായറും നമുക്ക് നോക്കുകയാണെങ്കിൽ അമ്മാതിരി കൊടൂരമായിട്ടുള്ള ബുക്കിംഗ് തന്നെയാണ്. പ്രത്യേകിച്ച് കൊച്ചി എന്നല്ല, എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്നും ഹൗസ്ഫുൾ ഷോകളുടെ പെരുമഴ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള തിരക്കാണ്. അടുത്ത ദിവസം നാളെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ദിനത്തേക്കുള്ള ബുക്കിംഗ് വന്നിരിക്കുന്നത് ഏറെക്കുറെ 1,50,00,000 രൂപയ്ക്ക് മുകളിലാണ്. ഒരുപക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെയും മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. അതായത് നോർമലി സിനിമയുടെ പ്രീസെയിലായിട്ട് ഓരോ ദിവസവും നമുക്ക് കാണാൻ കഴിയുന്നത് 3 കോടിക്ക് മുകളിലാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം ഡേ 11 കേരള പ്രീസെയിൽ വന്നിരിക്കുന്നത് 1,70,00,000 രൂപയ്ക്ക് മുകളിലെത്തി എന്നുള്ളതാണ്. അന്ന് ആലോചിച്ച് നോക്കുക, 11-ാം ദിനം ഓടുന്ന സിനിമ ആവറേജ് നമുക്ക് കാണാൻ കഴിയുന്നു കേരള ബോക്സ് ഓഫീസിൽ പ്രീസെയിലിൽ നിന്ന് മാത്രമായി 4 കോടിക്ക് മുകളിൽ സ്ഥിരമായി പോകുന്നു. ഡെയിലി സിനിമയുടെ കളക്ഷൻ 6 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിലേക്ക് പോകുന്നു. ഇനി മറ്റൊരു അപ്ഡേറ്റ് കൂടി വരുന്നു. 9-ാം തീയതിയോടെ തമിഴ്നാട്ടിലും സിനിമ തമിഴ് വെർഷൻ റിലീസ് ചെയ്യുന്നു. അതും കൂടെ വരുമ്പോൾ കാര്യങ്ങൾ ആളിപ്പടരും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരം വരെ ഒരു യാത്ര ചെയ്തപ്പോൾ അതിനിടയിൽ നിന്ന് ചില ആളുകൾ പറയുന്ന തമിഴിൽ സംസാരിക്കുന്ന ഒരു കാര്യം കേട്ടതാണ്. അതായത് ദൃശ്യം പാത്താച്ച അതിൽ മുകളിൽ അതിന് മേളിൽ നിൽക്കുന്ന സിനിമ എന്നുള്ളത് തമിഴ് നമുക്കത്ര വലിയ വശമല്ലോ. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ആ റേഞ്ചിലാണ് ആളുകൾ അവരുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ പറയുന്നത്. എന്താണേലും തുടരും 4/5/2025, അതായത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രീസെയിലൂടെ മാത്രം വന്നത് 5,07,00,000 രൂപയോളമാണ്. 65% ഒക്യുപ്പൻസിയിൽ 1,818 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. ലാൽ സലാം.